Hi, this is Dr. Arya. Welcome to my YouTube channel. Here I will be answering all your queries related to dentistry, and you can ask any question regarding dental hygiene and oral health. So let's get started. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ പൊതുവെ കേട്ടുവരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ആ ഡെന്റൽ ട്രീറ്റ്മെന്റ് റിയലി എക്സ്പെൻസീവ്? ഈ എക്സ്പെൻസീവ് സൈഡ് ഒന്നുകൊണ്ട് മാത്രം ഡെന്റൽ ട്രീറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യുന്ന ലോട്ട് ഓഫ് പീപ്പിൾസ് നമ്മുടെ ഇടയിലുണ്ട്. സോ നമുക്ക് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നാൽ ഡെന്റിസ്ട്രി എക്സ്പെൻസീവ് ആണോ എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏർലി സ്റ്റേജിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോപ്പർ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയും നമുക്ക് ഈ കേടെന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാതിരിക്കും. എന്ന് വെച്ചാൽ ബ്രഷിങ് മാത്രമല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ അതൊന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ എക്സ്പെൻസ് പോകുന്നില്ല. രണ്ടാമത് നമ്മൾ നോക്കുന്നതാണ് സ്കെയിലിംഗ് ചെയ്യുക എന്നുള്ളത്, അഥവാ ടൂത്ത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ്. പലർക്കും ഡൗട്ട് ഉണ്ട് ഈ ഡെന്റൽ സ്കെയിലിങ്ങും ടൂത്ത് വൈറ്റനിങ് പ്രൊസീജിയറും സെയിം ആണോ എന്നുള്ളത്. അത് രണ്ടും രണ്ട് പ്രൊസീജിയറാണ്. അതും ഒരു വേറൊരു ടോപ്പിക്കാണ്. സോ അത് നമുക്ക് വേറെ ഒരു ഡീറ്റെയിൽ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെന്റൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ അത്രയും എക്സ്പെൻസ് ഇല്ലാത്തൊരു പ്രൊസീജിയറാണ്. പൊതുവെ ഡെന്റിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് വൺസ് ഇൻ 6 months നമ്മൾ സ്കെയിലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ ഇയർലി വൺസ് എങ്കിലും നമ്മൾ ഡെന്റൽ സ്കെയിലിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. സോ അതും ചെയ്യാതെ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലം, പൊതുവേ പല്ലുവേദന വരുമ്പോഴാണ് പേഷ്യൻസ് ഡെന്റിസ്റ്റിനെ സമീപിക്കാറ്. സോ അങ്ങനെ മാത്രമല്ല, നമ്മൾ പൊതുവേ നമ്മുടെ ദന്ത സംരക്ഷണം കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കണം. കാരണം നമ്മുടെ സ്മൈൽ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല രീതിയിൽ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന പേഴ്സൺസ് ആണ്. സോ നമ്മുടെ സ്മൈലിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സൈഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കേരീസിലേക്ക് പോകുമ്പോഴാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, അഥവാ പോട് അടയ്ക്കുക എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വിഭാഗത്തിലേക്ക് പോകുന്നത്. അത് കുറച്ചുകൂടെ ഒന്ന് എമൗണ്ട് കൂടുന്ന ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും. അതും ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് പല്ലുവേദന എന്ന് പറയുന്ന ഒരു കേസിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ആ എക്സ്പെൻസീവ് സൈഡ് സ്റ്റാർട്ടായി വരുന്നത്. പല്ലുവേദന വരുമ്പോൾ RCT പ്രൊസീജിയർ ഒരു ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് സൈഡാണ്. അതുപോലെ തന്നെ ക്രൗൺ വെക്കുക എന്ന് പറഞ്ഞാൽ RCT ചെയ്താൽ ഉറപ്പായിട്ടും നമ്മൾ ക്രൗൺ വെച്ചേ പറ്റുള്ളൂ. ബിക്കോസ് RCT ചെയ്യുന്ന ഒരു പേഴ്സന്റെ പല്ല് നോർമൽ ഇതിനേക്കാളും ഭയങ്കര ഒരു ബ്രിട്ടിലാവാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത്രയും സ്ട്രെങ്ത് കുറവാണ്. സോ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യാപ്പ് വെച്ച് നമ്മൾ സെക്യൂർ ചെയ്യണം. സോ ആ ഒരു ഫൈനൽ പ്രൊസീജിയർ മൊത്തം വരുമ്പോൾ നമുക്കൊരു ബിറ്റ് ഓഫ് കോസ്റ്റ് വരും. നെക്സ്റ്റ് നമ്മൾ പല്ല് എടുത്ത് കളയാന്നുള്ളത്. പല്ല് എടുത്ത് കളയാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ പൊതുവേ നോക്കാറില്ല. കൺസേർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും എക്സ്പെൻസ് വരുന്നത്. പല്ല് എടുത്ത് കളയുന്നതിന് അത്ര എമൗണ്ട് വരില്ല. പക്ഷേ ഡെഞ്ചർ വെക്കുന്നതിന് പല ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇംപ്ലാന്റ് വെക്കാം, ഇല്ലെങ്കിൽ ഫിക്സഡ് വെക്കാം, ഇല്ലെങ്കിൽ റിമൂവബിൾ വെക്കാം. കമ്പാരിറ്റീവ്ലി റിമൂവബിൾ ആയിരിക്കും കുറച്ചും കൂടെ എക്സ്പെൻസ് കുറഞ്ഞായിട്ടുള്ളത്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ഫിക്സഡ് ആയിരിക്കില്ലേ കുറച്ചുകൂടെ നോക്കുക. റിമൂവബിളിൽ കുറച്ച് അത്രയും കംഫർട്ടബിൾ അല്ലാത്ത പേഷ്യൻസ് ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ഫിക്സഡ് ചെയ്യാൻ അത്യാവശ്യം ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ഫിക്സഡ് ചെയ്യാറുള്ളൂ. അതർവൈസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിമൂവബിൾ പ്രോസസ്സാണ്. സോ ഇതാണ് നമ്മൾ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. പാർട്ടീഷൻസ് പലതുണ്ട്. ഇത് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമോ ഒരു ജസ്റ്റ് ഒരു ഇതല്ല, ഇതൊരു മിനിമൽ ലുക്ക് മാത്രമാണ്. സോ ഇത് വെച്ച് നമ്മുടെ ഡെന്റിസ്ട്രി എക്സ്പെൻസീവ് ആണോ എന്നുള്ളത് നോക്കാം. നമുക്ക് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ടൂത്ത് കെയർ എങ്ങനെ കൊണ്ടുപോകാം, നമ്മുടെ ബ്രഷിംഗ് ടെക്നിക്ക് എങ്ങനെയാണ്, ബ്രഷിംഗ് മാത്രം ചെയ്താൽ മതിയോ, നമുക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ പതിയെ നമ്മൾ ആ വീഡിയോസിലേക്കൊക്കെ പോവും. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ഫോളോ ഫോർ മോർ. Falling in the light, rising in the fire manifest your dreams with every heartbeat. Let your spirit soar, and your vision take the lead.